നമ്മളത് കൺസിഡർ ചെയ്യാതെ അർജന്റ് അല്ല എന്ന് വിചാരിച്ച് കൺസിഡർ ചെയ്യാതെ തള്ളി വെച്ച് കഴിഞ്ഞാൽ ഡൈവോഴ്സിന്റെ സമയത്ത് അത് Q1 ആവും. അർജന്റും ഇമ്പോർട്ടന്റ് ആവും. അപ്പൊ അവിടെ ചുമരില് ഒരു വാചകം എഴുതി വെച്ച് തന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ബി സ്ട്രോങ്ങർ ദാൻ യുവർ സ്ട്രോങ്ങസ്റ്റ് എക്സ്ക്യൂസ്. അപ്പൊ വേറൊരു കോമഡി എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 50 വയസ്സായ പോലെ സംസാരിക്കുന്നത്. എന്തല്ല അവിടെ നോട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജന്റ് ഗോസിപ്പ് ഇൻസ്റ്റഗ്രാം റീൽസ് വെറുതെ സമയത്ത് അടുത്ത് വരുന്നത് കുറ്റം പറയാൻ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇത്ര പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിലും വലിയ ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവാം, ഹാൻഡിൽ ചെയ്യും. എൻ്റെ സാഹചര്യം അങ്ങനെ അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അബ്സല്യൂട്ട്ലി എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ്. ഞാനും നീയും കൂടെ നമുക്ക് രണ്ടുപേർക്കും അറിവുള്ള വേറൊരാളെ പറ്റി ഇവിടെ ഇരുന്ന് ഗോസിപ്പ് ചെയ്തുകൊണ്ട് എന്ത് തേങ്ങ കിട്ടാൻ പോകുന്നത്? ഒരു മാങ്ങാത്തിലും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പല എക്സ്ക്യൂസും പറയാറുണ്ട്. എനിക്ക് സമയം കിട്ടിയില്ലടാ, ഞാൻ തിരക്കിലായിരുന്നു. ഇതൊക്കെ നമ്മൾ യൂഷ്വലി എപ്പോഴും നമുക്കൊരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പറയുന്ന എക്സ്ക്യൂസസ് ആണ്. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഞാൻ ബിലീവ് ചെയ്യുന്നത് ഇതെല്ലാം വെറും എക്സ്ക്യൂസസ് ആണ്. നമ്മുടെ പ്രയോറിറ്റി ആ കാര്യം അല്ലാതിരുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്തു തീർക്കാഞ്ഞത്. വേറെ എന്തോ ഒരു ആക്ടിവിറ്റി ആ ടൈമിൽ നമുക്ക് പ്രയോറിറ്റി ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്തു, മറ്റേ ആക്ടിവിറ്റി നമ്മൾ ചെയ്തില്ല. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഗൾഫിൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ആ ഫ്രണ്ട് നമ്മളെ ഫോൺ വിളിച്ചു. അപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ സ്വയം വിചാരിച്ചു അവൻ്റെ കോൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞ് 1 മണിക്കൂർ സംസാരിക്കേണ്ടി വരും, എൻ്റെ മൂവി ബ്രേക്ക് ആവും. അപ്പോൾ നമ്മൾ കോൾ ജസ്റ്റ് സൈലൻ്റ് ആക്കി വെച്ചു. നെക്സ്റ്റ് ടൈം അവൻ വിളിക്കുമ്പോൾ അവൻ നമ്മളോട് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഞാൻ അന്ന് വിളിച്ച സമയത്ത് എടുത്തില്ല എന്ന്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എടാ ഞാൻ കുറച്ച് തിരക്കായിരുന്നു, ഞാൻ കോള് കണ്ടില്ല. അവിടെ ആക്ച്വലി നമ്മൾ നുണയാണ് പറയുന്നത്. നമ്മളുടെ പ്രയോറിറ്റി ആ പോയിന്റ് ഓഫ് ടൈമിൽ നെറ്റ്ഫ്ലിക്സിലെ മൂവി ആയിരുന്നു, അവൻ്റെ അടുത്തുള്ള കോൺവെർസേഷൻ അല്ല. അപ്പോൾ നമ്മൾ ആ നെറ്റ്ഫ്ലിക്സ് മൂവി പ്രയോറിറ്റൈസ് ചെയ്തു, അവൻ്റെ കോളിനെ ഡീപ്രയോറിറ്റൈസ് ചെയ്തു. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രയോറിറ്റീസ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ഓരോ പോയിന്റിലും നമുക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യും, പ്രയോറിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ മൊത്തം അവോയ്ഡ് ചെയ്യും. എങ്ങനെ നമ്മളുടെ ലൈഫിൽ ബെറ്ററായിട്ട് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാം, ലോജിക്കലായിട്ട് കുറേ ആക്ടിവിറ്റീസ് വരുമ്പോൾ അതിനെങ്ങനെ ലിസ്റ്റ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്യാം, ഇതൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നുണ്ടാവുക. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റാക്സ് ആൻഡ് ജോബി പോഡ്കാസ്റ്റ്. പ്രയോറിറ്റീസ് എന്നുള്ള ടോപ്പിക്കിൽ ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് 4 ബർണേഴ്സ് തിയറിയാണ്. 4 ബർണർ. നമ്മളെ വീട്ടിലെ ഗ്യാസ് സ്റ്റവ് ഉണ്ടാവും എല്ലാവരുടെ അടുത്തും. 1 2 3 4 യൂഷ്വലി 2 ബർണർ ഉണ്ടാവുക. അത് 4 ബർണർ വെച്ച് ഇമാജിൻ ചെയ്യാം. ഈ ഇമാജിനേഷനിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ആ 4 ബർണർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഫാമിലി, സെക്കൻഡ് വൺ ഫ്രണ്ട്സ്, തേർഡ് വൺ ഹെൽത്ത്, ഫോർത്ത് വൺ വർക്ക്. ഫാമിലി, ഫ്രണ്ട്സ്, ഹെൽത്ത്, വർക്ക്. ഈ 4 ബർണറാണ് ഒരു 90% ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടാവുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവുക. ഇതിനെല്ലാത്തിനും ഒരു ഗ്യാസ് സിലിണ്ടറേ ഉള്ളൂ. ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് ഈ 4ലേക്കുള്ള സപ്ലൈ പോകുന്നത്. ഈ ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ടൈമും നമ്മളുടെ എനർജിയുമാണ്. ഈ ഗ്യാസ് സിലിണ്ടർ ആയിട്ടുള്ള ടൈമും എനർജിയിൽ നിന്ന് നമ്മൾ ഏതൊക്കെ ബർണേഴ്സിലേക്ക് എനർജി കൊടുക്കുന്നു എന്നുള്ളതാണ് 4 ബർണേഴ്സ് തിയറി പറയുന്നത്. 4 ബർണേഴ്സ് തിയറി സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ, ഫാമിലിയിലോ ഈ 4 ഏതെങ്കിലും ഒന്നിൽ എക്സൽ ചെയ്യണമെങ്കിൽ, എലൈറ്റ് ആയിട്ട് വരണമെങ്കിൽ എല്ലാം കൂടെ എന്തായാലും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. എക്സ്ട്രീംലി സക്സസ്ഫുൾ ആണെങ്കിൽ 2 കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. അതാണ് 4 ബർണേഴ്സ് തിയറി പറയുന്നത്. എൻ്റെ പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു മിത്താണ്. ഇപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഹൈ ആവണം എന്ന് വിചാരിച്ചോളൂ. ഐദർ വർക്കാണോ, ഹെൽത്ത് ആണോ, ഫാമിലി ആണോ, ഫ്രണ്ട്സ് ആണോ, ഏതെങ്കിലും ഒന്നിൽ ഹൈ ആവണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒരു പഴയ മലയാളം പഴഞ്ചൊല്ലില്ലേ, അതേപോലെ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഷട്ട് ഓഫ് ചെയ്യണം. അല്ലാതെ ഇതെല്ലാം കൂടെ നമ്മൾ ഹൈ ആക്കി ബാലൻസ് ചെയ്യാൻ നോക്കി എന്ന് വിചാരിക്കുക. 4 ബർണർ ഫുൾ ഹൈ സ്പീഡിൽ വെച്ച് വിചാരിക്കുക. ഗ്യാസ് എപ്പോൾ വെടി തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. ഗ്യാസിന്റെ പരിപാടി അപ്പോഴേ കഴിയും. 4 ഹൈ ആക്കി വെച്ചാൽ നമ്മുടെ എനർജി ടൈമും എക്സോസ്റ്റ് ആവും. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും.
അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ 4 ബർണേഴ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു 3-4 ടെക്നിക്സ് ഉണ്ട്. യൂഷ്വലി ഞാനൊക്കെ ലൈഫിൽ ഫോളോ ചെയ്യുന്നതാണ്. ഫസ്റ്റ് തിങ്, സീസണാലിറ്റി. നമ്മൾ ചൂസ് ചെയ്യുക നമ്മളുടെ ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഏത് ബർണറിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ 20s to 30s ഫ്രണ്ട്സിൻ്റെ ബർണർ നല്ല ഹൈ ആക്കി വെച്ചിട്ട് ഹെൽത്തും ഫാമിലിയും ഒക്കെ ഷട്ട് ഓഫ് ചെയ്ത സിറ്റുവേഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് പുറത്തേക്ക് പോകും, ലേറ്റ് പാർട്ടി, അടിച്ച് പൊളിക്കുക. ബിക്കോസ് ദാറ്റ് ഏജ് കനോട്ട് ബി റിവേഴ്സ്ഡ് അല്ലേ, പിന്നെ തിരിച്ച് കിട്ടില്ല. അപ്പോൾ അത് മാക്സിമം അടിച്ച് പൊളിക്കുക. ഒരു 30s ഒക്കെ കഴിയുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ ബർണർ കുറച്ച് കമ്മിയാക്കിയിട്ട് ഫാമിലി ബർണറിനും വർക്കിൻ്റെ ബർണറിനും പ്രയോറിറ്റി കൊടുക്കുക. ദാറ്റ് ഈസ് വൺ ടെക്നിക് യു ക്യാൻ ഡു. പ്രയോറിറ്റൈസേഷനിൽ നമ്മൾ പ്രയോറിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ ഓരോ ഏജിനനുസരിച്ച് നമുക്ക് പ്രയോറിറ്റി കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് എന്താണെന്നുണ്ടെങ്കിൽ 2 പ്രയോറിറ്റീസ് 2 ബർണറും കൂടെ ക്ലബ് ചെയ്യുക. എക്സാമ്പിൾ, നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ ആവണം, അവരുമായിട്ട് എപ്പോഴും സംസാരിക്കണം, അവരെയും ഹെൽത്ത് ബർണറും കൂടെ ക്ലബ് ചെയ്യുക. എക്സാമ്പിൾ, ജിമ്മിന് പോകുമ്പോൾ അവരെയും കൂടെ കൂട്ടുക. അപ്പോൾ അവിടെ ഹെൽത്ത് ബർണറും ഓണായി, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോകുന്നത്, അപ്പോൾ അവരുടെ കൂടെ ക്വാളിറ്റി ടൈമും കിട്ടി. അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോകണം, നിങ്ങൾ സൺഡേ നിങ്ങൾക്ക് സൈക്ലിങ്ങിനോ ഓടാനോ പോകണം, നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ അതിന് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫ്രണ്ട്സ് വരികയും ചെയ്യും, നിങ്ങളുടെ ഹെൽത്ത് ബർണർ ഓൺ ആവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ബർണർ ഓണം. ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും 2 ബർണേഴ്സ് കൂടെ. ഇപ്പോൾ വർക്കിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ അതിലേക്ക് പതുക്കെ ക്ലബ് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ വൈഫിനെ അതിലേക്ക് കൊണ്ടുവരാൻ നോക്കുക, നിങ്ങളുടെ വൈഫിനെ ബിസിനസ് പാർട്ട്ണർ ആക്കാൻ നോക്കുക. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഫാമിലി ഇൻവോൾവ് ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് എ പാർട്ട്. സ്റ്റിൽ നിങ്ങളുടെ വൈഫ് വരുന്ന സമയത്ത് നിങ്ങളൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും ടുഗെദർ. സോ ഈ രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡെലിഗേറ്റ് ചെയ്യുക വർക്ക്. എല്ലാത്തിനും നിങ്ങൾ തന്നെ പോകണം എന്നുള്ള സിറ്റുവേഷൻ ഇല്ലാതെ ഡെലിഗേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും അവിടെ ചിലപ്പോൾ പോകേണ്ടി വരില്ല. നിങ്ങൾക്കത് ബ്യൂട്ടിഫുൾ ആയിട്ട് വേറൊരു സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ട് ഡെലിഗേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ തന്നെ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കണമെന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആണെങ്കിൽ ഒരാളെ ഹയർ ചെയ്താൽ മതി, ഒരു കുക്കിനെ ഹയർ ചെയ്തിട്ട് ഹെൽത്തി മീൽസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ഈ മെത്തേഡ്സ് വഴി ചെയ്ത് തീർക്കാൻ പറ്റും. സോ ഇതാണ് ലൈഫിൻ്റെ 4 ബർണേഴ്സ് ഓഫ് ലൈഫ്: ഫാമിലി, ഹെൽത്ത്, ഫ്രണ്ട്സ്, വർക്ക്. ഏത് ബർണർ എപ്പോൾ ചൂസ് ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സ് ആണ്, അപ് ടു യു. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്റ്റോറി ഓർമ്മ വന്നിട്ട് വെച്ചാൽ എൻ്റെ ഒരു പരിചയമുള്ളൊരു ഫ്രണ്ടാണ്. പുള്ളി 41-42 സംതിങ് ഏജ് തോന്നുന്നുണ്ട്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞൊരു കഥ, ആളുടെ ലൈഫ് ചേഞ്ചായ ഒരു സിറ്റുവേഷൻ എന്നോട് ഷെയർ ചെയ്തത്. ആൾ പറഞ്ഞ ആളുടെ 22 ഏജിൽ, അതായത് അയാളുടെ 20-20s ഒക്കെ കഴിഞ്ഞ സമയത്ത് ആൾക്ക് അയാളുടെ ലോകം തന്നെ വളരെ കുറവായിരുന്നു. കരിയേഴ്സ്, ക്യാഷ്, പിന്നെ റെപ്യൂട്ടേഷൻ, ഇത് മാത്രമായിരുന്നു അയാളുടെ എയിം ഉണ്ടായിരുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുക, പട്ടിയെ പോലെ പണിയെടുക്കുക. മറ്റേ വേറെ കമ്പനി അയാൾ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയിലാണ്. ആ കമ്പനിയിൽ ഇദ്ദേഹം ഓവർ ടൈം വർക്ക് ചെയ്യുക, അത് ടൈം നോക്കാണ്ടൊക്കെ പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഈ സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ഇത് ഫീഡായി. പിന്നെ അയാൾക്ക് അവിടെ നിന്ന് വിട്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇതേപോലെ കല്യാണം കഴിഞ്ഞു, ഫാമിലിയായി. എന്നിട്ട് ഒരു ഫാമിലി കുട്ടിയൊക്കെ ആയതിനു ശേഷം ഒരു സിറ്റുവേഷനിലാണ് ഇയാളുടെ ലൈഫ് ചേഞ്ച് ആവണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കമ്പനിയിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിന് വേണ്ടിയിട്ട് ഇയാളെ കമ്പനി സെലക്ട് ചെയ്തു. അയാൾ വർക്ക് ചെയ്ത കമ്പനി എന്ന് പറഞ്ഞാൽ അറൗണ്ട് 5000 എംപ്ലോയീസ് ആണ്. അതിൽ 10% ആൾക്കാരാണ് മാനേജേഴ്സ്, അസിസ്റ്റൻറ്റ് മാനേജേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഹൈ പൊസിഷനിലിരിക്കണം. അവരിൽ നിന്ന് ഒരാളെയാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഇയാളെയാണ്. അപ്പോൾ എത്രത്തോളം കമ്പനി അയാളെ പ്രയോറിറ്റീസ് നോക്കണം. അപ്പോൾ കമ്പനി അയാൾക്ക് കൊടുത്ത ഉത്തരവ്, അപ്പോൾ അയാൾക്ക് അവിടെ പോയിട്ട് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാം. അവിടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മോൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. ആദ്യമായിട്ട് മോൻ അവിടെ സ്റ്റേജിൽ കയറി പാട്ട് പാടുകയാണ്. അപ്പോൾ ആ സിറ്റുവേഷനാണ് അദ്ദേഹത്തിന്, മോൻ വന്ന് പറയുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഫാമിലിയുടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫാമിലിയുടെ ടൈം, അതായത് ഈ വർക്ക്, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടിക്ക് ആഗ്രഹമുണ്ട്, അച്ഛൻ എൻ്റെ കൂടെ വരണം, അച്ഛൻ PT മീറ്റിങ്ങിനൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇയാൾക്ക് ഇതൊന്നും പറ്റാറില്ല. ആ സമയത്താണ് ഇങ്ങനെ സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്, ഈ 2 കാര്യങ്ങളും ഒരു ടൈമിൽ വരികയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഡിസിഷൻ എടുക്കുക. അയാൾ പറഞ്ഞ പോയിന്റ്, അയാളുടെ 22കാരൻ മനസ്സിലിരുന്ന് പറയുന്നുണ്ട്, ഇത് വിട്ട് കളയരുത്,
നമുക്ക് ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് ജീവിതത്തിലൊരു മൈൽ സ്റ്റോൺ ആണ്. കാരണം ഈ കോൺഫറൻസിലൂടെ ഇയാൾ എന്തെങ്കിലും കമ്പനിക്ക് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടും, സാലറി ഹൈക്ക് ഉണ്ടാവും, ഒരു ടോട്ടൽ ലൈഫ് ചേഞ്ച് മൂമെൻ്റ് ആണത്. അപ്പോൾ അതാണ് 22 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ മൈൻഡിൽ വന്ന തോട്ട് എന്ന് പറഞ്ഞത് അതുവരെയുള്ള കോൺഫറൻസുകൾ അതുവരെയുള്ള മീറ്റിങ്സൊക്കെ ആൾ പങ്കെടുത്തിട്ടുണ്ട്, ഇത് ഞാൻ വേണ്ടാന്ന് വെക്കാന്ന്. അപ്പോൾ വേണ്ടാന്ന് വെക്കാൻ അയാളുടെ അടുത്ത് തീരുമാനം അത്ര സ്ട്രഗ്ലിംഗ് ആണ്. ബ്രേവ് ആയിട്ടുള്ള തീരുമാനമാണ്. അപ്പം ഒന്നാമത് കമ്പനിയോട് പറയണം, അതായത് എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് പറയണം. അപ്പോൾ ആ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവരോട് പറയേണ്ടി വരുന്ന എക്സ്ക്യൂസുകൾ അല്ലെങ്കിൽ അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ അയാളുടെ മനസ്സിലുണ്ട്. അദ്ദേഹം തീരുമാനിച്ച് പോയില്ല. അന്ന് ആനുവൽ ഡേ കയ്യിൽ പോയിരുന്നപ്പോൾ ഈ കുട്ടി സ്റ്റേജിൽ കയറി വന്നു. സ്റ്റേജിൽ കയറി വന്നിട്ട് നോക്കുമ്പോൾ അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടിട്ട് ഹായ് അച്ഛ എന്ന് പറഞ്ഞിട്ട് വേവ് ചെയ്യുന്നൊരു സീനുണ്ട്. ആ വേവ് ചെയ്യുന്ന സീനിലാണ് അയാൾക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ ലൈഫിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്, ഈ നിമിഷമാണ്. അല്ലെങ്കിൽ അങ്ങനെ അയാളുടെ മൈൻഡിൽ എടുത്തു. അങ്ങനെ ആ പുള്ളിയുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് പുള്ളി ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൈൻ ചെയ്തു, ജോബ് റിസൈൻ ചെയ്തു. ഇത്രയും കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓട്ടവും അദ്ദേഹത്തിൻ്റെ പണിയെടുക്കലും ഒക്കെ നിർത്തിയിട്ട് ഇപ്പം സ്വന്തമായിട്ടൊരു റിസോർട്ടൊക്കെ തുടങ്ങി വേറെ സെറ്റിലായി, അത് വേറെ വിഷയം. പക്ഷേ ആൾ പ്രയോറിറ്റൈസ് ചെയ്ത് അയാളുടെ ഫാമിലി കൂടെ വരണം എന്നുള്ളൊരു ടേണിംഗ് പോയിന്റ് അപ്പോഴാണ് അയാൾ ചിന്തിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ 22-ൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പ്രയോറിറ്റീസ് 42-ൽ ഉണ്ടാവാറില്ല. കറക്റ്റ്. 22-ൽ നമുക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 20 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടുതലായിരിക്കും, ഭയങ്കര സ്പീഡായിരിക്കും, വർക്ക് ചെയ്യാൻ സ്പീഡ്, എനർജി ലെവൽ ഹൈ ആയിരിക്കും, നമുക്ക് ടൈം കൂടുതലായിരിക്കും, കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പക്ഷേ 42-ലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ലൈഫിൽ പറ്റുന്നൊരു മിസ്റ്റേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് 10 വർഷം മുമ്പത്തെ സ്കെയിൽ കൊണ്ട് അളക്കാൻ നോക്കും. കറക്റ്റ്. ഇപ്പം നമ്മളിരിക്കുന്ന ഏജിൻ്റെ 10 വർഷം മുമ്പത്തെ പോലെ തന്നെ നമ്മൾ അളക്കും. അതുകൊണ്ടാണ് നമ്മൾ 30-ൽ നമ്മൾ മാറാത്തത്. പക്ഷേ ഈ 40s എത്തുമ്പോഴത്തേക്കും നമ്മൾ മാറുന്നതിൻ്റെ കാരണം വെച്ചാൽ നമുക്കപ്പോൾ തിരിച്ചറിവ് വന്നു. അതായത് ഞാൻ എൻ്റെ 10 വർഷം സ്കെയിൽ വെറുതെ അളന്ന് എൻ്റെ ലൈഫ് തീർക്കുകയാണെന്നുള്ള ബോധ്യം വന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറേ പേർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 30-ൽ മാറാട്ടോ. അപ്പോൾ വേറൊരു കോമഡി എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 50 വയസ്സായ പോലെ സംസാരിക്കുന്നത് ഒന്നുമല്ല. നമ്മുടെ ഉദ്ദേശം പ്രയോറിറ്റീസ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ 22 സംസാരിച്ചപ്പോൾ ശരിക്കും ഒരു 50 വയസ്സായിട്ടുള്ള ആള് സംസാരിച്ച പോലെ കണ്ടിന്യൂ. അപ്പം നമുക്ക് ഈ ഇപ്പം പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ അതിനകത്തൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയസ്സിലെത്തിയ കാര്യം നമുക്ക് ഏളീസിൽ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ ഈ വീഡിയോ ആയിട്ടുള്ള ഉപകാരം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പോയിന്റാണ്. ഇനി നമുക്ക് 22 ഏജിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിന്നിങ് മാത്രമാണ്. നമുക്ക് ജയിക്കണം, നേടണം, ഓടണം. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സേവ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ നല്ല യാത്രകൾ പോകണം, നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കണം, നല്ല ബുക്കുകൾ വായിക്കണം. അങ്ങനെ നമ്മൾ ആ സമയത്ത് നമ്മൾ വിന്നിങ്ങിന് വേണ്ടി വിന്നിങ്ങിന് വേണ്ടി പരിശ്രമിക്കുക മാത്രമല്ല, ഈ പറഞ്ഞ എക്സ്പീരിയൻസസ് നമ്മൾ സമ്പാദിച്ചെടുക്കണം. അത് ആ സമയത്ത് അനിവാര്യം തന്നെയാണ്. പക്ഷെ നമ്മളത് കണ്ടിന്യൂ ചെയ്യരുത്. ഓരോ പ്രായം എത്തുമ്പോൾ അതിൻ്റെ വ്യത്യാസം വരും. ഇപ്പോൾ ഫ്രണ്ട് സർക്കിൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു 22-ൽ നമുക്ക് ഒരുപാട് സോഷ്യലായിട്ട് ഒരുപാട് ആൾക്കാർ വേണ്ടി വരും. എന്തിനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യങ്ങൾ വന്നാലോ എന്തെങ്കിലും കാര്യം വന്നാൽ ഫ്രണ്ട്സ് നമുക്ക് ഓടിയെത്താനുണ്ടാവും. രണ്ടാമത്തത് ഈ ഫ്രണ്ട് സർക്കിൾ കൂടുതൽ, ഞാൻ പറഞ്ഞത് ഫ്രണ്ട്സ് മാത്രമല്ല അയൽവക്കംകാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ സർക്കിൾ കൂടുതലുണ്ടെങ്കിൽ ഇവരുടെ മുമ്പിലൊക്കെ നമുക്കൊന്ന് പിടിച്ച് അല്ലെങ്കിൽ ഷൈൻ ചെയ്യണം എന്നൊരു തോട്ട് മൈൻഡിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ 22 ഏജ് കിടന്ന് ഓടണത്. അപ്പോൾ ആ തോട്ടുള്ളത് നമ്മുടെ ഗ്രോ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. കറക്റ്റ്, അബ്സല്യൂട്ട്ലി. പക്ഷേ 42 ആ ഏജ് എത്തി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ പ്രയോറിറ്റൈസേഷൻ കൊടുക്കും. നമ്മുടെ ഓൺ കണ്ടന്റ്മെന്റിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ സാറ്റിസ്ഫാക്ഷനിൽ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ആൾക്കാരെ നമ്മളെ ബോധിപ്പിക്കേണ്ട, പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫാമിലി, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് വിചാരിക്കുന്ന കുറച്ച് ക്ലോസസ്റ്റ് സർക്കിൾ ഉണ്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റീനെയും കാട്ടും ക്വാളിറ്റീന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ക്വാളിറ്റീനെ പ്രയോറിറ്റൈസ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഈ തോട്ട് വരുന്നത്, ഈ തിരിച്ചറിവ് വരുന്നത് ആ പ്രായത്തിൽ. അപ്പോൾ കൂടുതൽ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി, അതായത് ഹെൽത്ത് നോക്കാൻ തുടങ്ങും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് പണിയെടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഹെൽത്ത് കേടുവന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഭാവി ഓർത്ത് നമ്മുടെ ഇപ്പം തന്നെ ഒരു കാര്യം ചെയ്യാം, ഫിറ്റ്നസ്സിന് പോകാം, ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യാം, രോഗങ്ങളെ എങ്ങനെ വരാതിരിക്കാനും നോക്കാം, ഈ കുട്ടികളെ എങ്ങനെ ഇനി രോഗപ്രതിരോധശേഷിയോടെ വളർത്താം, അവർക്ക് നല്ല ലൈഫ് കൊടുക്കാം എന്നുള്ള തോട്ടൊക്കെ ആ പ്രായത്തിലാണ് വരിക.
അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പോയിന്റിൽ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി നേരത്തെ നമുക്ക് കുറേ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയാൽ അത് നമ്മുടെ ലൈഫിൽ ഗ്രോ ചെയ്യാൻ പറ്റും. അതെ. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചുമരിൽ ഒരു വാചകം എഴുതി വെച്ച് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ബി സ്ട്രോങ്ങർ ദാൻ യുവർ സ്ട്രോങ്ങസ്റ്റ് എക്സ്ക്യൂസ്. ബി സ്ട്രോങ്ങർ ദാൻ യുവർ സ്ട്രോങ്ങസ്റ്റ് എക്സ്ക്യൂസ്. ഓ നൈസ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും ആ ചെയ്യുന്ന കാര്യത്തിനെ നമ്മൾ എക്സ്ക്യൂസ് കൊണ്ട് മറക്കുക അല്ലെങ്കിൽ എക്സ്ക്യൂസ് കൊണ്ട് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്ക്യൂസ് സ്ട്രോങ്ങറാണ്. അപ്പോൾ അവനെക്കാട്ടും ശക്തനാവണം നമ്മൾ. ഈ സ്ട്രോങ്ങർ ആവാൻ ആരാ ഇത് കൊടുത്തത്, അവസരം കൊടുത്തത്? നമ്മൾ തന്നെയാണ് അവന് സ്ട്രോങ് ആക്കി വെച്ചത്. അപ്പോൾ ഈ എക്സ്ക്യൂസ് വരുന്നതിൻ്റെ കാരണം അത് നമ്മൾ ലൈഫിൽ ലാക്ക് ഓഫ് പ്രയോറിറ്റി ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ലൈഫിൽ പ്രയോറിറ്റീസ് ഇല്ലാത്തതിൻ്റെ കാരണമാണ് നമ്മൾ ഈ എക്സ്ക്യൂസസ് നമ്മൾ ഫിൽ ചെയ്ത് വെക്കുന്നത്. കറക്റ്റ്, അബ്സല്യൂട്ട്ലി. അപ്പോൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ നുണ പറയാം. നമ്മൾ നുണ പറയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് പറയുന്ന ഒരു നുണയാണ് നിങ്ങളുടെ എക്സ്ക്യൂസ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതെ, ഞാൻ ബിസി ആയിരുന്നു വിളിച്ചു പറഞ്ഞാൽ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രയോറിറ്റീസ് അല്ലെങ്കിൽ എക്സ്ക്യൂസ് അത് എങ്ങനെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ അതെങ്ങനെ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു 4 പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യേണ്ടത്. 1, അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. 2, ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജൻറ്റ്. 3, അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. 4ാമത്തത് നോട്ട് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട്. അർജൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എമർജൻസി സിറ്റുവേഷൻസ്, നമുക്ക് സർവൈവ് ചെയ്യാനുള്ള എന്ത് കാര്യങ്ങളായാലും അതിലേക്ക് വരും. നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നു, നമ്മൾ ഫുഡ് കഴിക്കണം, അത് നമ്മുടെ അർജൻറ്റുമാണ് എമർജൻസിയാണ്. സെക്കൻഡ്, ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റിമറിക്കാൻ പറ്റിയ കാര്യങ്ങൾ, റീഡിങ്, ഹെൽത്ത്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ അർജൻറ്റ് അല്ലാണ്ട് ചെയ്യും, പിന്നത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളാണ്. 3ാമത്തെയാണ് അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ. അതായത് നമ്മൾ വേറൊരാളുടെ കാര്യത്തിന് വേണ്ടി നമ്മുടെ എഫർട്ട്, എമർജൻസി കേസല്ലാട്ട് ഞാൻ പറയുന്നത്, അതായത് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് വേണ്ടി പെട്ടെന്നൊരു അത്യാവശ്യം ഓടി വന്നിട്ട് എമർജൻസി വിളിച്ച കേസല്ല ഞാൻ പറയുന്നത്, വേറൊരാളുടെ അനാവശ്യമായ കാര്യങ്ങൾക്ക് പുറത്ത് പോകുന്നതൊക്കെ. 4ാമത്തെ നോട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജൻറ്റ്, ഗോസിപ്പ്, ഇൻസ്റ്റഗ്രാം റീൽസ്, വെറുതെ സമയമെടുത്ത് അടുത്ത് വരുന്നത് കുറ്റം പറയാം, അവൻ അങ്ങനെ കേട്ടോ, അതൊക്കെ നിർത്തുക. ഇപ്പം നീ പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞതിനെ ഒരു മെട്രിക്സ് ആണത്. ഇതൊരു സയൻറ്റിഫിക്കലി ലോജിക്കലി ഡിഫൈൻ ചെയ്ത ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. ഇതിൻ്റെ പേരാണ് ഐസൻഹോവർ മെട്രിക്സ്. 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ഈ 4 ക്വാഡ്രൻ്റ് ആണ് നീ ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും അർജൻറ്റ് ആയിട്ടുള്ള കാര്യവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും. അത് അർജൻറ്റും ആണ്, അത് ഇമ്പോർട്ടൻറ്റും ആണ്. ഞാൻ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ഉള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ ഇതിൽ വരുന്നതെന്ന് പറയാം. ഇപ്പം നമ്മുടെ വീട്ടിലെ കിച്ചണിൽ ഒരു പൈപ്പ് പൊട്ടി, കിച്ചണിൽ മൊത്തം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് അർജന്റും ആണ്, അത് ഇമ്പോർട്ടന്റും ആണ്, അത് അപ്പം തന്നെ ഫിക്സ് ചെയ്യേണ്ടതാണ്. കറണ്ട് ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. കറണ്ട് ബില്ല് അല്ല, എന്ത് ബില്ലും അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അർജന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്ലയന്റിന് നമ്മളൊരു ഡെഡ് ലൈൻ കൊടുത്തു, ബിസിനസ്സിൽ പറയാം, സാർ ഞാൻ എന്തായാലും ആ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തിരിക്കും, ഇന്ന് തന്നെ ഞാൻ എത്തിക്കും. ആ ഡെഡ് ലൈൻ ഉള്ള ദിവസം അർജന്റും ആണ് ഇമ്പോർട്ടന്റും ആണ്. നമുക്കൊരു മെഡിക്കൽ ഇഷ്യൂ വന്നു, ഒരു അറ്റാക്കോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു എന്ന് സങ്കല്പിക്കുക. അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു വളരെ കടന്ന എക്സാമ്പിൾ ആയി പോയി. എനി മെഡിക്കൽ എമർജൻസി യു ഹാവ് കെയിം, അർജന്റ് നോൺ ഇമ്പോർട്ടൻറ്റും ആണ്. ഇതിനെയാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്, അർജന്റും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ളത്. ഇനി Q2 ക്വാഡ്രന്റിൽ വരുന്നത്, 2ാമത്തെ ക്വാഡ്രന്റിൽ വരുന്നത്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നും നമ്മളോട് പറയില്ല, ഇത് അർജന്റ് ആട്ടോ, ഇത് അർജന്റ് ആട്ടോ എന്ന് പറയില്ല. നമ്മൾ മനസ്സിലാക്കണം അത് അർജന്റ് ആണ് എന്നുള്ളത്. എക്സാമ്പിൾ, നമ്മൾക്കൊരു സൈഡായിട്ടൊരു ഹോബി ഉണ്ട്, നമ്മൾ പാഷനായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് സങ്കല്പിക്കുക. അയാൾ വേറെ എന്തോ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാൾക്കത് അർജന്റാണ്, ചിത്രം വരയ്ക്കണം, നാളെ നീ ചിത്രം വരച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും ക്വസ്റ്റ്യൻ ചെയ്യൊന്നുമില്ല. പക്ഷെ അയാളുടെ പാഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അയാൾ അതിന് എല്ലാ ദിവസവും ഒരു 90 മിനിറ്റ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. റിലേഷൻഷിപ്പുകളെല്ലാം Q2 ക്വാഡ്രന്റിൽ വരുന്നതാണ്. ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഭാര്യയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ വന്ന് നമ്മളെ ഡെയിലി വിളിച്ചിട്ട് നീ എന്താ എന്നോട് സംസാരിക്കാത്ത, എന്നോട് ടൈം സ്പെൻഡ് ചെയ്യുന്ന എപ്പോഴും റിമൈൻഡ് ചെയ്യൊന്നുമില്ല. നമ്മളത് കൺസിഡർ ചെയ്യാതെ അർജന്റ് അല്ല എന്ന് വിചാരിച്ച് കൺസിഡർ ചെയ്യാതെ തള്ളി തള്ളി വെച്ച് കഴിഞ്ഞാൽ ഡൈവോഴ്സിന്റെ സമയത്ത് അത് Q1 ആവും, അർജന്റും ഇമ്പോർട്ടൻ്റ് ആവും. ഈ Q2 എങ്ങനെ Q1 ആവുന്നത് ഞാൻ പറഞ്ഞു തരുന്നത്.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അർജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ അത് പതുക്കെ Q1 ആയിട്ട് മാറും. അർജന്റ് ഇമ്പോർട്ടൻ്റ് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലയന്റിന് ഒരു പ്രൊഡക്റ്റ് നമ്മൾ റെഡി ആക്കിയിട്ട് ഒരു 10 ദിവസത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യത്തെ 8 ദിവസം നമ്മളത് നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണെന്ന്, പക്ഷെ ആദ്യത്തെ 8 ദിവസം നമ്മളത് അർജന്റായി ട്രീറ്റ് ചെയ്തില്ല. 9ാമത്തെ ദിവസമാണ് നമ്മൾ പിന്നെ ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് അർജന്റ് ഇമ്പോർട്ടൻ്റ് ആയി മാറി. Q2 എന്നുള്ളത് Q1 ആയി മാറി. ഇലക്ട്രിസിറ്റി ബില്ല് ഇന്ന് വന്ന് നാളെ അടയ്ക്കാനല്ലോ പറയാ. ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ട് മിനിമം 10-15 ദിവസം ഗ്യാപ്പ് ഉണ്ടാവില്ലേ. നമ്മൾ ആദ്യത്തെ 10 ദിവസം നമ്മൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, അർജന്റ് ആണെന്ന് ട്രീറ്റ് ചെയ്യില്ല. എന്നിട്ട് അവസാന മൊമെന്റിലേക്ക് വെക്കും. ഇങ്ങനെയാണ് ഈ Q2 Q1 ആയി മാറുന്നത്. 3ാമത്തെ ക്വാഡ്രന്റ് ആണ് ഭയങ്കര അർജന്റാന്ന് തോന്നും, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു ഫ്രണ്ട് വന്ന് നമ്മളോട് ചോദിക്കുകയാണ് സില്ലി ആയിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റുമോ, നമ്മൾ ഡീപ്പായിട്ടുള്ളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്നെ ഇതിലൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്. വളരെ അർജന്റായിട്ടാണ് അവർ നമുക്ക് കിക്ക് ചെയ്യുക, പക്ഷെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓവർ റിസർച്ചിങ്. 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി 4 മണിക്കൂർ ഓൺലൈനിൽ റിസർച്ച് ചെയ്യുക. അടുത്തൊരു എക്സാമ്പിൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോ ആരെങ്കിലും ലൈക്ക് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ ബസ് ചെയ്തുകൊണ്ടിരിക്കും, ശബ്ദം വന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര അർജന്റ് ആയിട്ട് നോക്കും, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണോ? അല്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഈ വർക്കിന്റെ ഇടയിൽ നിന്ന് ആ നോട്ടിഫിക്കേഷൻ നോക്കാൻ വേണ്ടി കയറും. പിന്നെ ഒരു 2 മണിക്കൂർ ആ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഇതിലേക്ക് വരുള്ളൂ. സോ നമ്മൾ ആക്ച്വലി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യണം. Q4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞതുപോലെ അർജന്റും അല്ല ഇമ്പോർട്ടന്റും അല്ല, പക്ഷെ നമ്മൾ ഇതിനെ തലയിൽ കയറ്റി വയ്ക്കും, ഗോസിപ്പ് ചെയ്യുക. ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ്. ഞാനും നീയും കൂടെ നമുക്ക് 2 പേർക്കും അറിവുള്ള വേറൊരാളെ പറ്റി ഇവിടെ ഇരുന്ന് ഗോസിപ്പ് ചെയ്തുകൊണ്ട് എന്ത് തേങ്ങ കിട്ടാൻ പോകുന്നത്? ഒരു മാങ്ങാത്തിലും കിട്ടാൻ പോകുന്നില്ല അവരെ ഗോസിപ്പ് ചെയ്തുകൊണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ 2 പേരും എപ്പോഴും സംസാരിക്കുന്ന ഒരു എക്സാമ്പിളാണത്. എൻഡിങ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുക. അർജന്റും അല്ല ഇമ്പോർട്ടൻറ്റും അല്ല. സോ ഇവിടെ എന്താ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ആക്ടിവിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് 10 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം ഈ ആക്ടിവിറ്റീസ് Q1-ലാണോ Q2-ലാണോ Q3-ലാണോ Q4-ലാണോ വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. Q1 നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രശസ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമാണ്. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് പ്രയോറിറ്റൈസ്. അപ്പോൾ നമ്മൾ ഈ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എക്സ്ക്യൂസസ് പറയുന്നതിൻ്റെ സൈക്കോളജി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കണം. ഫസ്റ്റ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫെയിലിയർ. അതായത് നീ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞ് തോറ്റു എന്ന് പറയുന്നതിനെക്കാട്ടും എളുപ്പമാണ് എൻ്റെ സാഹചര്യം അങ്ങനെ അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അബ്സല്യൂട്ട്ലി. എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നുമല്ല, അത് വെറും എക്സ്ക്യൂസ് മാത്രമാണ്. ചെയ്തിട്ട് പൊട്ടിപ്പോയ പോട്ടെ. രണ്ടാമത്തെ കംഫർട്ട് സോൺ. വളരെ എളുപ്പമാണ്. രാവിലെ അലാറം അയച്ചു കഴിഞ്ഞാൽ സ്നൂസ് ചെയ്യുക, എണിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി 3ാമത്തെ സാധനമാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റുവിറ്റി. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദീർഘകാലത്തെ കാര്യം ഒഴിവാക്കി കളയും. എക്സാമ്പിൾ പറഞ്ഞാൽ ജിമ്മിന് പോയിട്ട് നന്നായിട്ട് ബോഡിയൊക്കെ ഫിറ്റ് ചെയ്യും, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും, നല്ല ഫിറ്റ്നസ്സൊക്കെ കൊണ്ടുവന്ന് ഒരാഴ്ചയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഷേപ്പൊക്കെ തോന്നും ബോഡിയിൽ. അപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഷോ കാണിച്ചിട്ട് പുളകിതനാവും സ്വന്തമായിട്ട്. ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും നല്ല പഞ്ചസാര വെള്ളം കുടിക്കും, എന്നിട്ട് നല്ലപോലെ ഫാറ്റി ഫുഡ്, എന്നിട്ട് ഈ കണ്ട നമ്മൾ ഡെലിറ്റ് ചെയ്ത കലോറീസ് മൊത്തം ഈ ശനി ഞായറും കൊണ്ട് അടിച്ച് കയറ്റും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ഗോളിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഇനി ഇതെങ്ങനെ തരണം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ബോക്സർ, അവരുടെ ഇൻ്റർവ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സർ, നിങ്ങൾക്ക് ഈ സക്സസിൻ്റെ പിന്നിൽ നിങ്ങൾ പ്രീമിയമായിട്ട് കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ. അപ്പോൾ ആൾ പറഞ്ഞത്, ഞാൻ വർക്കൗട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ള ദിവസം ഞാൻ കൂടുതൽ വർക്കൗട്ട് ചെയ്യും. എനിക്ക് എൻ്റെ സക്സസ്സിൻ്റെ പിന്നിൽ എന്നെ ഇത്രയും വലിയ ബോക്സിങ്ങിൽ ചാമ്പ്യൻ ആക്കിയത് ആ എക്സ്ട്രാ ഞാൻ ചെയ്ത വർക്കൗട്ടുകളാണെന്ന്. ബാക്കി നോർമലായിട്ട് ചെയ്ത വർക്കൗട്ടിൽ കയറുന്നുണ്ട്, പക്ഷേ പുള്ളിയുടെ മടി വരുന്ന സമയത്ത് എനിക്കിന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോട്ട് വരുമ്പോൾ പുള്ളി ചെയ്ത എക്സ്ട്രാ വർക്കൗട്ടുകളാണ് അദ്ദേഹത്തിന് ചാമ്പ്യൻ ആക്കിയത്. പുഷ് അതെ. അതിൽ എനിക്ക് 3 പോയിൻ്റ് ആഡ് ചെയ്യാനുള്ളത്. ലേൺ ടു സേ നോ. നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു ലിസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ടാവും.
അപ്പം നമ്മൾ അതൊന്നും വിട്ടുമാറിയിട്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് യെസ് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളും ഗോളുകൾക്കും നോ പറയുന്നതിന് തുല്യമാണ്. രണ്ടാമത്തെ പോയിന്റാണ് ഓഡിറ്റ് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചാൽ മതി. ഓഡിറ്റ് യുവർ സെൽഫ്, നമ്മളെ തന്നെ പരിശോധിക്കുക, എന്തൊക്കെ നമ്മൾ ലൈഫിൽ ചെയ്യുന്നുണ്ട്. അത് എല്ലാ ദിവസവും വൈകുന്നേരം ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നേരത്തെ പറഞ്ഞ Q1, Q2, Q3, Q4 ഏത് ക്വാർട്ടറിലാണ് അനലൈസ് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ ഡെലിറ്റ് ചെയ്യേണ്ടത് ഡെലിറ്റ് ചെയ്യുക, ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക. കറക്റ്റ്. ഈ ഏറ്റവും അവസാനത്തെ സാധനമാണ് 2 minute റൂൾ. 2 minute റൂൾ. അതെ, അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം എണീറ്റിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ തോന്നിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രീതി, ചിലപ്പോൾ 1 മണിക്കൂർ നമ്മൾ നമ്മുടെ ഒരു ബിസിനസ്സിന് വേണ്ടി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തിൻ്റെ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, റീഡിങ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ചെയ്യാൻ മടി തോന്നിക്കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മടിയാണ്, അപ്പോൾ ഒരു കാര്യം 2 മിനിറ്റ് ചെയ്തേക്കാം, 2 മിനിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് കയറി നിങ്ങൾ എന്ത് ചെയ്യുക, എക്സസൈസിന് വേണ്ടി 2 മിനിറ്റ് പോവുക. അവിടെ 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും, എന്തായാലും ഇപ്പോൾ കയറിയില്ല, ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്തേക്കാൻ തോന്നും. അപ്പോൾ ആ 2 മിനിറ്റ് മതി തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. അതാണ് അതിന് 3ാമത്തെ പോയിന്റ്. ഇനി എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണ് നമ്മുടെ ലൈഫിൻ്റെ ആർക്കിടെക്റ്റ്. അത് നമ്മൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അബ്സല്യൂട്ട്ലി. 10 വർഷം കഴിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്യുന്നതിനെക്കാട്ടും, അതായത് ഐ കുഡ് ഹാവ് ഡൺ ദാറ്റ് എന്ന് പറയണേക്കാട്ടും ഐ ഡിഡ് ഇറ്റ് എന്ന് പറയുന്നതാണ്. ചെയ്ത് തോറ്റുപോയി എന്ന് പറയുന്നതിന് ഒരു പ്രിവിലേജ് ഉണ്ട്. അതെ അതെ. ചെയ്യാതെ 10 വർഷം കഴിഞ്ഞിട്ട് അന്നത്തെ എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്നത്തെ സാഹചര്യത്തിന് ഒരു കുഴപ്പമില്ല. അന്ന് നമ്മൾ ആ കാര്യം പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതെല്ലാവരെയും ലൈഫിൽ റിയലൈസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നമ്മുടെ കാറിൽ ഒരു സ്ക്രാച്ച് വീണിട്ടെന്ന് വിചാരിക്കാം. നമ്മൾ വളരെ പൊന്നു പോലെ നോക്കുന്ന ഒരു കാറിൽ ഭയങ്കര സ്ക്രാച്ച് വീണു. എന്നിട്ട് നമ്മൾ അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് അന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും എൻ്റെ കാറിൽ സ്ക്രാച്ച് ആയില്ലേ. അതേ പോയിന്റിൽ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ഉണ്ട് ഈ കാറിൽ എന്ന് വിചാരിക്കുക. നമ്മൾ ഈ കാർ എടുത്തിട്ട് അവിടെ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ എത്തിക്കാൻ നോക്കില്ല, ഈ കാർ അവിടെ തൊട്ടോ ഇവിടെ തൊട്ടോ നമ്മൾ നോക്കില്ല. നമ്മൾക്ക് അപ്പോൾ ഏറ്റവും വലിയ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കാര്യം ആ മെഡിക്കൽ എമർജൻസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ലൈഫിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു, ആ സിറ്റുവേഷൻ വന്നിട്ട് നമ്മൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, ഇതിനെക്കാട്ടൊരു വലിയ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിന് എന്ത് പ്രയോറിറ്റൈസ് കൊടുക്കും? കണക്ട് ആയോ? ഒരു സിറ്റുവേഷൻ വന്നു, നമ്മൾ അതിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിനെക്കാട്ടൊരു വലിയ സിറ്റുവേഷൻ വരാനുണ്ട് ഇനി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനെത്ര പ്രയോറിറ്റി ആ സമയത്ത് കൊടുക്കുമെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മറ്റേ അയ്യപ്പൻ കോശിയിൽ പറയുന്ന പോലെ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മോശമായിട്ടുള്ള കാര്യം ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂളായിരിക്കും എന്ന് പറയുന്നില്ലേ, അതുപോലെ നമുക്കിപ്പോൾ വരുന്ന ചെറിയ ചെറിയ പ്രോബ്ലങ്ങളെ നമ്മൾ കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചിൽ, കുറച്ചുകൂടെ ബ്രോഡായിട്ട് സൂം ഔട്ട് ചെയ്ത ലെൻസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇത്ര പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിലും വലിയ ഒരുപാട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവാം, ഹാൻഡിൽ ചെയ്യും. സോ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് പോയിന്റ്, എല്ലാവരും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ലിവ് വിത്ത് നോ റിഗ്രറ്റ്സ്. അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ചെയ്ത ഒരു കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നാൻ പാടില്ല. നിങ്ങൾ വർക്കിന് പ്രയോറിറ്റൈസ് കൊടുത്ത് നിങ്ങളൊരു നല്ല പൊസിഷനിൽ എത്തിയെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾ ഫാമിലിക്ക് പ്രയോറിറ്റൈസ് കൊടുത്ത് നല്ലൊരു ഫാമിലി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. ലിവ് യുവർ ലൈഫ് വിതൗട്ട് എനി റിഗ്രറ്റ്സ്. ലിവ് ഹാപ്പിലി, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഓസം. Rax and Joby will come up with another episode. Thank you so much. Bye bye.